Hi all, welcome to your YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ. പൈത്തണിനകത്തെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ പ്രോഗ്രാംസ് കൺട്രോൾ ഫ്ലോ ഈസ് ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട്. The control flow of Python programs is regulated by conditional statement, loops, and function calls. അപ്പോൾ പൈത്തൺ ഹാസ് ത്രീ ഡിഫറെന്റ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചർ, രണ്ട് സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചർ, മൂന്ന് റിപ്പറ്റീഷൻ കൺട്രോൾ സ്ട്രക്ചർ. ഇൻ കേസ് ഓഫ് സീക്വൻഷ്യൽ കൺട്രോൾ സ്ട്രക്ചർ, ഇത് പ്രോഗ്രാമിന്റെ ആ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു 12, 20, ബി ഈക്വൽ ടു 10, സി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ഇപ്പൊ പ്രിന്റ് സബ്ട്രാക്ഷൻ സി എന്ന് പറഞ്ഞ സി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10 കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ സീക്വൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഈ സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഹൂസ് എക്സിക്യൂഷൻ പ്രോസസ് ഹാപ്പൻ ഇൻ സീക്വൻസ്. The problem with the sequential statement is that if the logic has broken in any one of the lines, then the complete source code execution will എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇവിടെ കോമ കൊടുത്തില്ല, ഈ ഇവിടുത്തെ കോമ എടുത്തും കളഞ്ഞു, ഡബിൾ കളഞ്ഞു, ഇതേ റൺ ചെയ്യാൻ പോകും, ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല, എറർ കിട്ടി അല്ലേ? അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു സീക്വൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് അതിന്റെ ഒരു ലോജിക്ക് എന്താണ് ബ്രോക്കൺ ആയി പോയാൽ ആ എൻ്റെ പ്രോഗ്രാം എന്ത് ചെയ്യും? അത് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നില്ല. ഞാൻ തിരിച്ച് മാറ്റി, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ കൺട്രോൾ ഫ്ലോ എന്താണെന്നാ പറയുന്നത്? സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ആണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അടുത്ത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, ലൈൻ ബൈ ലൈൻ ആയിട്ട് ആ പ്രോഗ്രാമിനെ റീഡ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. In Python, selection statements are also known as decision control statements or branch statements. Okay, നമ്മൾ സിയിലും സി പ്ലസ് പ്ലസിലൊക്കെ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഈഫ്, ഈഫ് എൽസ്, നെസ്റ്റഡ് ഈഫ്, ഈഫ് എൽസ് ഈഫ്, ഈഫ് എലിസ് എൽഫ്, ഈഫ് എലിഫ് എൽസ് തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, in Python, the selection statement are also known as decision control statements or branch statement. The selection statement allows a programmer to test several conditions and execute instruction based on which condition is true. Some decision control statements നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈഫ്, ഈഫ് എൽസ്, നെസ്റ്റഡ് ഈഫ് എലിഫ് എൽസ്. If helps us to run a particular code, but only where a certain condition is met or satisfied. If only has one conditions to check. അപ്പൊ if കണ്ടീഷൻ നമ്മൾ കോഡ് പറഞ്ഞായിരുന്നു, നോക്കി സിയിലൊക്കെ പറഞ്ഞായിരുന്നു. if n mod 2 ഈക്വൽ 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ആകത്തുള്ളൂ? n is even എന്ന് പ്രിന്റ് ആകത്തുള്ളൂ. ഓക്കെ, ഈ ഇത് ഫ്ലോ ഡയഗ്രം എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യാം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അത് അവിടെ വെച്ച് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും, ഈഫിന്റെ കേസിലെ. ഇനി അതുപോലെയാണ് ഈഫ് എൽസ്. ദ ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ദ കണ്ടീഷൻ ആൻഡ് വിൽ എക്സിക്യൂട്ട് ദ ബോഡി ഓഫ് ഈഫ് if the test condition true, but if the condition false, then body else executed. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് n mod 2 ഈക്വൽ ടു 0 ആണെങ്കിൽ പ്രിന്റ് എന്ത് ചെയ്യണം? ഈവൻ എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? ഓഡ് എന്ന് പ്രിന്റ് ചെയ്യണം. അതിന്റെ ഈ ഫെൽസിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കുവാണെങ്കിൽ, ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ എൽസ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി നെസ്റ്റഡ് ഈഫ്. നെസ്റ്റഡ് ഈഫ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. മൾട്ടിപ്പിൾ ഈഫ് കണ്ടീഷൻ വരുന്ന ആ ഒരു കേസിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. എ ഈക്വൽ ടു 20, ബി ഈക്വൽ ടു 10, സി ഈസ് ഈക്വൽ ടു 15. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും, ഈ ഇഫ് എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രിന്റ് എ വാല്യൂസ് ബിഗ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി അതല്ല, എ ഗ്രേറ്റർ ദാൻ സി അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? പ്രിന്റ് സി വാല്യൂസ് ബിഗ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പം പിന്നെ അടുത്ത എലിഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ബി ഈസ് വാല്യൂസ് ബിഗ് എന്ന് പറയും. അല്ലെങ്കിൽ എൽസ്, ഈ എൽസ് എന്ന് വെച്ചാൽ ഈഫിന്റെ എൽസ് ആണ് ഈ എൽസ്, പ്രിന്റ് സി ഈസ് ബിഗ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ത് ചോദിച്ചു? ഇവിടെ എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത്? ഇവിടെ നെസ്റ്റഡ് ഈഫ് ആണ്, മൾട്ടിപ്പിൾ ഈഫ് നമ്മളിവിടെ യൂസ് ചെയ്തു. ഓക്കെ, എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഒരു ഈഫ് ബ്ലോക്കിനകത്തോട്ട് കയറും. ഓക്കെ, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. ആ ഫാൾസ് ആണെങ്കിൽ എലിഫ് കണ്ടീഷൻ നോക്കും, പിന്നെ അത് ട്രൂ ആണെങ്കിൽ വീണ്ടും അടുത്ത് എലിഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഈഫ് കണ്ടീഷൻ, എലിഫ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വീണ്ടും എൽസ് ബോഡിയിലോട്ട് കയറിയിട്ട് അതെന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത if elif, ഈ എക്സാമ്പിൾ നോക്കി. ഇഫ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ബോത്ത് ആർ ഈക്വൽ. ഈ എൽസ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് കാണിക്കണം. എലിസ് എന്നാണ് എക്സ് ഈസ് സ്മാളർ ദാൻ വൈ എന്ന് കാണിക്കണം. അപ്പോൾ അതിൽ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ എന്ത് വരും നോക്കാം? എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് വരും. ഓക്കെ, റെപ്പറ്റീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇതാണ് ഫോറും വൈലും, അതായത് ലൂപ്സ് ഇൻ പൈത്തൺ. ഓക്കെ, നമ്മളിത് പഠിക്കുന്ന കൺട്രോൾ ഫ്ലോ ഇൻ പൈത്തണിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഫോർ ലൂപ്പ് നോക്കിയാൽ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്.
So a repetition statement is used to treat a group of programming instructions. In Python, we generally have two loops, repetitive statements. For loop and while loop. For loop, a loop is used to iterate over a sequence that is either a list or tuple, dictionary or a set. We can execute a set of statement once for each item in the list, tuple or dictionary. അപ്പം ആ ഒരു കോഡ് നോക്കി, ആ കോഡ് എന്താ ചെയ്യുന്നത് നോക്കി. ഹലോ, പറയടാ. ഇല്ല, അത് മാത്രമേ പഠിച്ചാൽ മതി. ആ, ഓക്കെ, ശരി. അന്നേരം ഇത് പ്രിന്റ് ചെയ്യാൻ കോഡ. ഫോർ ലൂപ്പ് എന്താണെന്നാ പറയാൻ പോകുന്നത്. അപ്പൊ ഫോർ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഫോർ ഐ ഇൻ റേഞ്ച് LN ഓഫ് ലിസ്റ്റ്. ഇപ്പൊ ഇവിടെ ലിസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. ലിസ്റ്റിന്റെ പേര് LST എന്നാണ്. ലിസ്റ്റിന്റെ വാല്യൂസ് 1 2 3 ആണ്. നമുക്ക് ആ വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുന്നത് ലിസ്റ്റ് ഓഫ് ഐ ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1, ലിസ്റ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2, ലിസ്റ്റ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഫോർ ഐ ഇൻ റേഞ്ച് LN ഓഫ് ലിസ്റ്റ്. LN ഓഫ് ലിസ്റ്റ് വിളിക്കുമ്പോൾ എത്ര വരുന്നത്? 3 ആ വരുന്നത്. അപ്പൊ ഫോർ ഐ ഇൻ റേഞ്ച്, ഫോർ ഐ ഇൻ 3. ഓക്കെ, പ്രിന്റ് ലിസ്റ്റ് ഓഫ് ഐ. അതുകൊണ്ട് ഈ എൻഡ് സ്ലാഷും കൊടുത്തേക്കുന്ന ന്യൂ ലൈൻ വരാൻ വേണ്ടിയാണ്. അത് 1 കഴിഞ്ഞിട്ട് തൊട്ട് താഴെ 2 വരാം. അതിനാണ് നമ്മൾ സ്ലാഷും കൊടുത്തേക്കുന്നത്. ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കി, ഫോർ ജെ ഇൻ റേഞ്ച് 0 to 5. ഓക്കെ, എന്നിട്ട് പ്രിന്റ് ജെ കൊടുത്തു, എന്നിട്ട് എന്റെ സ്ലാഷും കൊടുത്തു. അപ്പം നമുക്ക് അവിടെ കിട്ടുന്നത് 0 to 4 വരെ കിട്ടും, പ്രിന്റ് ആവും കേട്ടോ. അപ്പം 0 to 5 കൊടുത്താൽ അവിടെ 4 വരെ ആയിരിക്കും പ്രിന്റ് ആവുന്നത് ഫോർ ലൂപ്പിനകത്ത്. ഇനി അതുപോലെയാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് നോക്കി, വൈൽ m equal to 5, i equal to 0, വൈൽ i less than m ആണെങ്കിൽ പ്രിന്റ് ഓഫ് i എൻഡ് ഡബിൾ കോട്ട്സ് കൊടുക്കുക, എന്നിട്ട് i equal to i plus 1. അപ്പൊ ഇത് എന്ത് പ്രിന്റ് ചെയ്യാനുള്ള കോഡാ? അത് ഐയുടെ വാല്യൂ 0 തൊട്ട് 4 വരെ പ്രിന്റ് ചെയ്യുന്ന കോഡാ. ഓക്കെ, n equal to ഡബിൾ കോട്ട്സ് മാറ്റി, ഡബിൾ കോട്ട്സ് എടുക്കുന്നത് 0 കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്ഥലം കഴിഞ്ഞിട്ട് 1 വരണം. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഡാറ്റ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വെർട്ടിക്കൽ ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കൊടുക്കണ്ടേ? നമ്മൾ അവിടെ ഒരു സ്ലാഷും കൊടുക്കണം, എൻഡ് സ്ലാഷും കൊടുക്കണം. സ്ലാഷ് നോക്കാം, റൺ ചെയ്ത് താഴെ വരുമോ? ഉണ്ടോ? താഴെ വന്നുണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെന്തു ഇന്ന് ഡിസ്കസ് ചെയ്ത് കൺട്രോൾസ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ പൈത്തൺ ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിയുടെ പ്ലേലിസ്റ്റ്, പൈത്തന്റെ പ്ലേലിസ്റ്റ്, മെഷീൻ ലേണിംഗിന്റെ പ്ലേലിസ്റ്റ് തുടങ്ങിയ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിനകത്തുണ്ട്. അത് കൂടാതെ ടെക്നിക്കലി എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന സബ്ജക്റ്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.